അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അമൃത്സറിലേക്ക്. രാവിലെ എണീറ്റ് അത്യാവശ്യ പണിയൊക്കെ തീർത്ത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ജോച്ചാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചു, കാരണം നെക്സ്റ്റ് ഡേ തന്നെ മണാലിക്ക് പോകണം. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുത്തേക്കാന്ന് കരുതി അങ്ങനെ ബാക്കി എല്ലാവരും, പിള്ളേരില്ല, ബാക്കി എല്ലാവരും രാവിലെ അമൃത്സറിലേക്ക് ഇറങ്ങിയിട്ടോ. ഗൈഡ് ആരാണ്? ഞാനാണ് ഗൈഡ്. പിന്നെ ഒന്നും നോക്കാനില്ല, നേരെ ഹൈവേ ആണ്. അതുകൊണ്ട് എളുപ്പമായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് കോട കണ്ടു കേട്ടോ. ഒരു കുറച്ച് ഏരിയയിൽ മാത്രമായിരുന്നു കോട ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ വന്നപ്പോൾ കോടയും കാണാൻ പറ്റി ഞങ്ങൾക്ക്. അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ അടിപൊളിയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചാട്ടോ പോയത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊരു ധാബയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. ഓഫ് കോഴ്സ് പറാട്ട ആയിരിക്കുമല്ലോ കിട്ടുന്നത്. നമ്മുടെ ഗോബി പറാട്ടയും ആലു പറാട്ടയാണ് ഞങ്ങൾ വാങ്ങിയത്. ആലു പറാട്ടയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. നല്ല ബട്ടറൊക്കെ അവർ എക്സ്ട്രാ തരും. കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ യാത്ര തുടരുന്നത്. എപ്പോൾ അമൃത്സർ പോയാലും കാണുന്ന ഒരു ഹോട്ടലാട്ടോ അത്. നമ്മൾക്കിപ്പം ചണ്ഡീഗഡ് ഏരിയയിലൊക്കെ ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അമൃത്സറിലെത്തി. വലിയ യാത്ര കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല കേട്ടോ, കാരണം ഇതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് അമൃത്സറിൽ പോകുന്നത്. ജോഷാൻ ഓൾറെഡി 2 തവണ പോയി അമൃത്സറിൽ. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അമൃത്സറിലെത്തി. പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. അവിടെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയുടെ സമയം കേട്ടോ. അപ്പോൾ വഴിക്കൊക്കെ അവർ സ്വീറ്റ് പൊട്ടറ്റോ പുഴുങ്ങി നമ്മുടെ ചാട്ട് മസാല, കുരുമുളക് പൊടി, ഉപ്പൊക്കെ ഇട്ട് നമുക്ക് തരും. അപ്പോൾ ജിജിയങ്ങളും അപ്പയും കൂടെ അത് കണ്ടിട്ട് അത് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കഴിച്ച് വഴികളിലെ കാഴ്ചയെല്ലാം കണ്ട് നേരെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. എന്ന് ചെന്നാലും അവിടെ തിരക്കാട്ടോ. വീക്കെൻഡ് ചെന്നാലും തിരക്കാണ്, വീക്ക് ഡേയ്സിൽ ചെന്നാലും തിരക്കാണ്. നല്ല ആളുണ്ട്. വഴികളിലൊക്കെ നിറയെ കടകളുണ്ട്. നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. സൽവാസൊക്കെ കിട്ടും, നമുക്ക് ബാർഗെയിനൊക്കെ ചെയ്യാം. പിന്നെ ജുത്തിയുടെ മേളമാണ് നമ്മുടെ അമൃത്സർ. ഫേമസ് ആണ് അമൃത്സർ ജുത്തിയുടെ ഇതിൽ. പക്ഷേ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ടൗണിലും ജുത്തി കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ജുത്തിയിലൊന്നും ഞങ്ങളധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഞങ്ങൾ നാട്ടിൽ എൻ്റെ ടൗണിൽ നിന്നാട്ടോ ഞങ്ങൾ ജുത്തിയൊക്കെ കൂടുതലും വാങ്ങിയത്. പിന്നെ ഞങ്ങൾ ആദ്യം നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ എത്തുന്നതിന് തൊട്ട് മുന്നേ ആട്ടോ നമ്മുടെ ജാലിയൻ വാലാ ബാഗ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം അങ്ങോട്ടങ്ങ് കയറി ജാലിയൻ വാലാ ബാഗ് എല്ലാം കണ്ടു. ഒരു പ്രത്യേക ഫീലാട്ടോ. എത്ര തവണ നമ്മൾ ജാലിയൻ വാലാ ബാഗിൽ പോയാലും നമുക്ക് ആ ഒരു ഫീല് നമുക്ക് വരും. നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹവും നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി പടപൊരുതിയതും കിണറൊക്കെ കാണുമ്പം നിങ്ങൾക്ക് എല്ലാ സ്റ്റോറി അറിയാം. എത്ര പേര് അതിലേക്ക് വീഴുകയും മരിക്കുകയും അതൊക്കെ എപ്പോഴും ഒരു വികാരഭരിതമായ സംഭവമാണ്. ഫുള്ള് പതുക്കെ നടന്ന് കറങ്ങി കണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ഥലം കേട്ടോ. എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെന്നിരുന്നാൽ പോലും കുറേ മരങ്ങളൊക്കെ ഉണ്ട്, ഇലകളൊക്കെ കൊഴിയുന്നുണ്ട്. പക്ഷെ നല്ല നീറ്റായിട്ട് ഇത് നമ്മുടെ സ്ഥലങ്ങൾ അവർ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞങ്ങൾ ജാലിയൻവാലാ ബാഗിൽ ഇറങ്ങി നേരെ 1-2 ലസ്സിയൊക്കെ കുടിച്ചു കേട്ടോ. പലതരം ലസ്സികൾ അവിടെ അവൈലബിൾ ആയിരുന്നു. നോർമൽ ലസ്സി ആട്ടോ ഏറ്റവും നല്ലത്. പല ഫ്ലേവറിലൊന്നും നമുക്ക് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഫ്ലേവർ നമ്മൾ നോർമൽ നല്ല മധുരവിട്ട ലസ്സിയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയി. എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ വഴിക്ക് ആളുകൾ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ നേർച്ചയായിട്ടാണ് അവർ ആ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തുനിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് ഞങ്ങൾ നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് കയറുകയാണ് ചെയ്തത്. നമുക്ക് ഒന്നിച്ച് വെക്കാം കേട്ടോ, നമ്മുടെ ചെരുപ്പെല്ലാം ഒന്നിച്ച് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കണം. തലയിൽ കെട്ടുണ്ടാവണം. നമുക്കത് വേണേൽ മേടിക്കാം. 20 രൂപയ്ക്ക് അവിടെ അവൈലബിൾ ആണ്. ആളുകൾ വിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ കൊട്ടകളിലും നമുക്ക് ലഭ്യമാണ്. നമുക്ക് തലയിൽ കെട്ടാനുള്ള നമ്മുടെ എന്താ പറയുക, ഒരു തുണി. പിന്നെ ഇങ്ങനെ കാലൊക്കെ കഴുകി നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് കയറണം. നിറയെ ആളാണ്. ഞങ്ങൾക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ലങ്കർ കഴിക്കണം എന്നുള്ളത്. കാരണം അതൊരു വെറൈറ്റി ഫീലല്ലേ. കണ്ടോ എന്ത് ഭംഗിയല്ലേ നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ഭയങ്കര ക്യൂ ആട്ടോ. ഇവിടുന്ന് നേർച്ചയൊക്കെ കൊണ്ടുവരണേന്ന് പറഞ്ഞ് വിട്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും നേരം നിന്ന് ക്ഷമയോടെ കയറാനുള്ള, പിന്നെ ഞങ്ങൾ എല്ലാവരും ആണോ എന്നൊന്നും അറിയില്ലല്ലോ അകത്ത് കയറാം. പിന്നെ ഞങ്ങൾ ലങ്കറിൽ കയറി സ്പൂണും പാത്രവും എല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ പോയി അവിടെ പോയി ഇരുന്നു. നമ്മുടെ ചോറ്, സബ്ജി, ചപ്പാത്തി, നമ്മുടെ ഖീർ,
പിന്നെ ദാലും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം വയറ് നിറയെ കഴിച്ച് ഞങ്ങൾ പാത്രമൊക്കെ തിരിച്ചു കൊടുത്ത് അവിടെ കുറച്ചുകൂടെ കറങ്ങി ഞങ്ങൾ ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും ബീനാൻ്റെയും കൂടെ കുറച്ച് മുന്നോട്ടങ്ങ് നടന്ന് അവരങ്ങ് മാറിപ്പോയി. അവർ പുറത്തോട്ട് ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം അവരെ അന്വേഷിച്ച് കുറേ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരുടെ രണ്ടുപേരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരുന്നില്ല. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളിവിടെ. കുറച്ച് നേരത്തേക്കൊന്ന് പാനിക് ആയെങ്കിലും പിന്നെ കിട്ടാതെ പോകത്തില്ലല്ലോ, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങളൊരു കുൽഫി എല്ലാം കഴിച്ച് ഇനി അവിടെ നിന്ന് ഞങ്ങൾക്ക് വാഗാ ബോർഡറിലെത്തണം. വാഗാ ബോർഡറിലേക്ക് അവിടെ നിന്ന് നിയർലി 1 hour ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുൽഫി എല്ലാം കഴിച്ച് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് 1-2 ചെറിയ ചെറിയ കടകളിലൊക്കെ കയറി. വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല കേട്ടോ അമൃത്സറിൽ നിന്ന്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ശരിക്കും ഷോപ്പിംഗ് നടത്തിയത് നമ്മുടെ രാജ്പുര ടൗണിൽ നിന്നാണ് വലിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ വാഗാ ബോർഡറിലെത്തി. അവിടെ നമുക്ക് ചെറിയ എൻട്രി ഫീ ഉണ്ട്. അവർ നമ്മൾ പാർക്കിങ്ങിനായിട്ട് ചാർജ് മേടിക്കും. പിന്നെ അവിടെ നിന്ന് വെച്ച് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ഓടി. ഇത് പിന്നെ പറയണ്ടല്ലോ, കയ്യിലും കാലിലും ഒക്കെ അവർ വരച്ച് തരും. ഞാൻ പിന്നെ എൻ്റെ മുഖത്ത് വരയ്ക്കാറില്ല കേട്ടോ. ബാക്കി എല്ലാവരും മുഖത്തും കയ്യിലും ഒക്കെ വരച്ച് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതിലും നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു നമ്മുടെ വാഗാ ബോർഡറിലെ പ്രോഗ്രാംസിന് കേട്ടോ. ഞങ്ങൾ അന്ന് കാണാത്ത പല പരിപാടികളും ഇത്തവണ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി എന്നൊക്കെ കരുതി കുറച്ച് റഷ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലേറ്റൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പരിപാടിയൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുന്ന വഴിക്ക് ഒരു ലേസൊക്കെ മേടിച്ചിട്ടാട്ടോ അകത്തോട്ട് കയറിയത്. അകത്തിരുന്ന് കുറിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അകത്തോട്ട് കയറി. ഞാനും ജോച്ചാനും പോയ സമയത്ത് നമ്മുടെ പരിപാടി നടക്കുന്നതിൻ്റെ ഏറ്റവും മുകളിലാട്ടോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിരുന്നത്. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഇത്തവണ ഞങ്ങൾക്ക് തൊട്ട് താഴെയുള്ള, എനിക്കൊന്ന് വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കാം, ഞങ്ങൾക്ക് തൊട്ട് താഴെയുള്ളിടത്ത് സീറ്റ് കിട്ടി. പരിപാടികളൊക്കെ തുടങ്ങി. നമ്മുടെ എന്താ പറയുക, ലേഡീസ് എല്ലാം ചെന്നിട്ടുള്ള ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ അപ്പുറത്ത് നമ്മുടെ പാകിസ്ഥാനിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ എന്ത് വലിയ സ്റ്റേഡിയമാണ്, നമ്മുടെ പാകിസ്ഥാനിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ചെന്നപ്പോൾ അവർ വലുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഉണ്ടോ ലേഡീസിന് ഇറങ്ങാനുള്ളൊരു ആരോഗ്യം ഉണ്ടായിരുന്നില്ല. ത്രൂ ഔട്ടൊക്കെ ട്രാവലും നടപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിട്ട് പിന്നെ ഞാൻ കുറേ നേരം പാട്ടൊക്കെ വെച്ച് നമ്മുടെ ദേശീയ എന്താ പറയുക, നമുക്കൊരു ഹരം വരുന്ന രീതിയിലൊക്കെയുള്ള നിറയെ സോങ്സൊക്കെ വെച്ചിട്ടായിരുന്നു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകണം. നെക്സ്റ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങ് പോന്നു. ചായയൊക്കെ കുടിച്ചു. വരുന്ന വഴി നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ കയറി. ഓഫ് കോഴ്സ് പിന്നെയും പറാട്ടയാണ് കഴിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മണാലി വീഡിയോയിൽ കാണാം കേട്ടോ.